എൻ്റെ സ്വന്തം ബിസിനസ് ആവശ്യത്തിന് 5,00,000 രൂപ ഞാൻ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്ത തുക ജേണൽ എൻട്രി അക്കൗണ്ട്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ എന്നായി. എന്തുകൊണ്ടാണ് എൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടത്? ക്യാപിറ്റൽ എൻ്റെ സ്വന്തം പൈസയല്ലേ, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ സ്വന്തം പൈസയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് എനിക്കൊരു അസറ്റല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തത്, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയും ബിസിനസ്സും രണ്ടും രണ്ട് എൻറ്റിറ്റികളായിട്ടാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ബിസിനസ്സും ബിസിനസ് ഓണറും രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞു വരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തത്? ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ഈ ക്യാപിറ്റൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായി, ഒരു ലയബിലിറ്റിയായി ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുകയും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റ് ക്യാഷ് കൂടി. അതുകൊണ്ടാണ് ക്യാഷിനെ ഡെബിറ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ.